113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനായി ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എഴുമറ്റൂർ ശ്രീ പരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്ന് പുറപ്പെടും. വാഴൂർ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദരിൽ നിന്ന് ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ഛായാചിത്രം ഏറ്റുവാങ്ങും. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പരിഷത്തിന് മുന്നോടിയായുള്ള പദയാത്രയും ഇന്ന് പുറപ്പെടും. ഫെബ്രുവരി 2-ന് രാവിലെ 11 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരും. മിഥുൻ മുരളി വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. ും 113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പാ നദിയുടെ തീരം സാക്ഷിയാകും. ഞായറാഴ്ച മുതലാണ് പരിഷത്ത് ആരംഭിക്കുക. അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിലേക്ക് ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ മിഥുൻ. ഛായാചിത്രം ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ഏറ്റുവാങ്ങുകയാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിച്ചിരിക്കെ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശിഷ്യർ സ്ഥാപിച്ച എഴുമറ്റൂർ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുമാണ് പ്രധാനപ്പെട്ട ഘോഷയാത്ര, രണ്ടാമത്തെ ഘോഷയാത്രയായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏതാനും സമയങ്ങളിൽ തന്നെ പുറപ്പെടുക. വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഫെബ്രുവരി 2-ാം തീയതിയാണ് വിദ്യാധിരാജ നഗറിൽ ചെറുകോൽപ്പുഴയിൽ ഹിന്ദുമത പരിഷത്ത് വേദിയിൽ ഘോഷയാത്ര എത്തുക. ഹിന്ദുമത പരിഷത്ത് വേദിയിൽ ചട്ടമ്പി സ്വാമികളുടെ ഈ ഛായാചിത്രം പ്രതിഷ്ഠിക്കും. അതിനുശേഷമാണ് പതാക ഉയർത്തലും ഹിന്ദുമത പരിഷത്തിനും 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനും തുടക്കമാവുക. 4 പ്രധാനപ്പെട്ട ഘോഷയാത്രകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘോഷയാത്രയാണ് ഇന്ന് പുറപ്പെടുന്നത്. ഇന്നലെ പന്മന ആശ്രമത്തിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്മൃതി മണ്ഡപമുള്ള പന്മന ആശ്രമത്തിൽ നിന്നും ജ്യോതിപ്രയാണ ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ വേദിയിലെ കെടാവിളക്കിൽ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ജ്യോതി വഹിച്ചുകൊണ്ടുള്ള ജ്യോതിപ്രയാണ ഘോഷയാത്രയാണ് ഇന്നലെ പന്മന ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് രണ്ടാമത്തെ ഘോഷയാത്ര എഴുമറ്റൂർ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെടുന്നു. ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെടുന്നതിന്റെ അവസാനപ്പെട്ട തയ്യാറെടുപ്പുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ള ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ്. ഫെബ്രുവരി 2-ാം തീയതി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ആരംഭ ദിവസമാണ് ആ ഘോഷയാത്ര പുറപ്പെടുന്നത്. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്നും പദയാത്രയും പുറപ്പെടുന്നുണ്ട് ഇത്തവണ. അതും ഇതേ സമയം തന്നെ കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെടുന്നു. അങ്ങനെ 4 ഘോഷയാത്രകൾ ഫെബ്രുവരി 2-ാം തീയതി അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 11 മണിക്ക് 3 ഘോഷയാത്രകളും കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്ന പദയാത്രയും വിദ്യാധിരാജ നഗറിൽ സംഗമിച്ച് വാദ്യാഘോഷങ്ങളോടുകൂടി എതിരേറ്റ് വിദ്യാധിരാജ സ്മൃതി മണ്ഡലത്തിലേക്ക് ആനയിച്ച് പിന്നീട് ഈ ഛായാചിത്രം വിദ്യാധിരാജ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ പ്രധാനപ്പെട്ട വേദിയിൽ പ്രതിഷ്ഠിച്ച് ഭദ്രദീപം കൊളുത്തി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഹിന്ദു മത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് 8 ദിവസത്തെ ഇത്തവണത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് 113ാമത് ഹിന്ദുമത പരിഷത്തിന് തുടക്കമാവുക. അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ ഘോഷയാത്രയാണ് ഇപ്പോൾ എഴുമറ്റൂർ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ദിവ്യ പാദസ്പർശമേറ്റ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്ഥാപിച്ച 2 പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ഒന്നാണ് ഈ എഴുമറ്റൂരുള്ള പരമഭട്ടാരക ആശ്രമം. ആ ആശ്രമത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്.